ആരാണ് രക്തസാക്ഷികൾ? വയലാറിൽ, പുന്നപ്രയിൽ, കയ്യൂരിൽ, കരിവെള്ളൂരിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോരയിൽ എഴുതി വെച്ച ആ കാൽപ്പാട് പിൻപറ്റിയവന്റെ കരളിൽ കൊത്തിവെച്ച രക്തസാക്ഷികളുടെ ചരിത്രമുണ്ട്. അവിടെ പുതിയ കാലത്തിന്റെ വിപ്ലവ നക്ഷത്രങ്ങൾ. 2015 പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർ ഷൈജുവും സുബീഷും. മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട, കമ്മ്യൂണിസ്റ്റുകളുടെ കണ്ണിൽ നോക്കിൽ പറഞ്ഞാൽ മതി. ആരാണ് രക്തസാക്ഷികൾ? ബോംബ് സ്ഫോടനം വിപ്ലവ പ്രവർത്തനമോ? തള്ളി പറഞ്ഞാൽ എല്ലാമായോ? പാർട്ടിക്ക് മറുപടിയില്ലേ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ പ്രകാശ് ബാബു BJP-യിൽ നിന്ന്, ശ്രീ മുഹമ്മദ് അഫ്സൽ CPM-ൽ നിന്ന്. വിശദമായ ചർച്ചയുടെ വേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ 2 പ്രതികരണങ്ങൾ കണ്ടു. ഒന്ന്, CPM-ന്റെ പഴയ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രണ്ടാമത്തത് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. രണ്ടുപേരും സംസാരിച്ചത് പാനൂരിലുണ്ടായ 2 ബോംബ് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആ സ്ഫോടനത്തെ, അതിലുൾപ്പെട്ടവരെ തള്ളിപ്പറയുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാർ അന്നും ഇന്നും ചെയ്തത്. അന്ന് തള്ളിപ്പറഞ്ഞ 2 പേർക്ക് ഇന്ന് അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപം ഉയരുന്നു. ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇന്ന് തള്ളിപ്പറഞ്ഞവർക്ക് എന്നാണ് അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപം ഉയരുന്നത് എന്നതൊരു ചോദ്യവുമാണ്. മുഹമ്മദ് അഫ്സൽ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ മുഹമ്മദ് അഫ്സൽ, ഞാൻ പാർട്ടിയുടെ വെബ്സൈറ്റിൽ രക്തസാക്ഷികളുടെ പേജ്, രക്തസാക്ഷികളുടെ പേരുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന പേജ് ഇങ്ങനെ വായിച്ചു പോവുകയായിരുന്നു. 2020 വരെയുള്ള സഖാവ് ഔഫ് അബ്ദുറഹ്മാന്റെ പേര് വരെ അതിലുണ്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിലിങ്ങനെ താഴേക്ക് പോകുമ്പോൾ മുസ്ലിം ലീഗ് അക്രമികൾ കുത്തിക്കൊലപ്പെടുത്തി, RSSന്റെ ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തി, RSSന്റെ ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുത്തി, RSSന്റെ ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുത്തി, BJP-യുടെ ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുത്തി, കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘം കുത്തിക്കൊലപ്പെടുത്തി, മുസ്ലിം ലീഗ് തീവ്രവാദി സംഘം ചവിട്ടിക്കൊലപ്പെടുത്തി. അങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവിടെ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന സഖാക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകൾ വിളിക്കുന്ന പേരാണ് രക്തസാക്ഷികൾ എന്ന്. എങ്ങനെയാണ് ഈ 2 പേർ നിങ്ങൾക്ക് രക്തസാക്ഷികളാകുന്നത്? ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ ഇൻട്രോയിൽ ബഹുമാനപ്പെട്ട അവതാരക കോടിയേരിയുടെ വാക്കുദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ തുടക്കം കുറിച്ചത്. സഖാവ് കോടിയേരി ഇവിടെ അന്ന് ആ ഘട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ പൂർണ്ണ രൂപം, അല്ലെങ്കിൽ മാതൃഭൂമി ഓൺലൈൻ പത്രത്തിൽ ഉൾപ്പെടെ, ഓൺലൈൻ ചാനൽ ഉൾപ്പെടെ വന്നിട്ടുള്ള വാർത്ത കൃത്യമായി ഒന്ന് പറയുന്നതിന് വേണ്ടി തയ്യാറാവണം. ഇതിപ്പോൾ എൻ്റെ പക്കലിൽ അന്ന് പറഞ്ഞ കോടിയേരി പറഞ്ഞ കാര്യം കൃത്യമായി എൻ്റെ കയ്യിലുണ്ട്. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് സ്ഫോടനവുമായി CPM-ന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അതായത് മാതൃഭൂമി ഓൺലൈൻ വാർത്ത വന്ന കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. പാർട്ടി വിരുദ്ധ പ്രചാരവേലക്കായി സംഭവം ഉപയോഗിക്കുന്നുണ്ട്. സ്ഫോടനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ അറിവോ സമ്മതമോ സംഭവത്തിന് പിന്നിലില്ല. കുറച്ച് നാളായി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശത്താണ് സ്ഫോടനമുണ്ടായത്. വിനോദൻ എന്ന CPIM പ്രവർത്തകനെ അടുത്തിടെ BJP പ്രവർത്തകൻ ഇവിടെ വെച്ച് ബോംബെറിഞ്ഞു കൊന്നിരുന്നു. മറ്റൊരു CPM പ്രവർത്തകന് നേരെയും വധശ്രമം നടന്നു. ഇതേ തുടർന്ന് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്താണ് സ്ഫോടനം നടന്നത്. ഇത് ദുരൂഹമാണ്. സമഗ്രമായ അന്വേഷണം നടത്തണം എന്നതാണ് കോടിയേരി സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഈ കാര്യത്തിനകത്ത് ഇവിടെ എനിക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത്, പാനൂർ ഈ ചെറ്റക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് 2015 ജൂൺ മാസം 5-ാം തീയതിയാണ് സ്ഫോടനത്തിൽ സഖാക്കൾ ഷൈജുവും സുബീഷും കൊല്ലപ്പെടുന്നത്. ഈ 2015 ജൂൺ മാസം 5-ാം തീയതി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആ പൊയിലൂർ പ്രദേശങ്ങളിൽ ആരാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത്, എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അവിടെ CPIM-ന്റെ നിരവധി പ്രവർത്തകർക്ക് നേരെയാണ് RSS ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. ആ കാലയളവിലാണ്
RSSന്റെ സംഘപരിവാരത്തിന്റെ നിരവധി പ്രവർത്തകന്മാർ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. OK വാസു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ BJP-യുടെ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷവുമായി CPI-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ 5 തവണയാണ് വധശ്രമത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന വാസു മാസ്റ്റർ മാത്രമല്ല, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പള്ളിച്ചാൽ വിനോദനെ ഒരു വിഷുദിനത്തിലാണ് ബോംബെറിഞ്ഞ് RSSകാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. 2002-ൽ ആ പൊയിലൂർ എന്ന് പറയുന്ന പ്രദേശം RSSന് നല്ല സ്വാധീനമുള്ള ഇടമാണ്. അവിടെ ഈ പറയുന്ന വിധത്തിൽ 2 പേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ ഈ പറയുന്ന വിധത്തിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ജോലി ചെയ്യുന്നതിനിടയിൽ സ്ഫോടനത്തിൽ പരിക്ക് പറ്റി കൈക്കും അതോടൊപ്പം കണ്ണിനും പരിക്ക് പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ RSSന് നല്ല സ്വാധീനമുള്ള RSS ഈ പറയുന്ന വിധത്തിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് 2 സഖാക്കൾ അവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ തന്നെ CPIM അസന്നിഹിതമായി ഈ കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ RSSന് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെയുള്ള അന്വേഷണം നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാം കാണുന്നത്. ഇവിടെ ആ കാലത്ത് UDF RSSനെ സഹായിക്കുന്ന, BJP-യെ സഹായിക്കുന്ന, സംഘപരിവാരത്തെ സഹായിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരം MG കോളേജിനകത്ത് ഒരു CIക്ക് നേരെ ABVP-യുടെ ക്രിമിനലുകൾ ആക്രമണം നടത്തി ബോംബെറിഞ്ഞ സന്ദർഭത്തിൽ എന്താണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ സ്വീകരിച്ച സമീപനം എന്നുള്ളത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അതുമാത്രമല്ല, ഈ കാലയളവിൽ തന്നെയാണ് പ്രവീൺ തൊഗാഡിയ വർഗീയമായ വിഷലിപ്തമായ ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസംഗത്തിന് നേതൃത്വം കൊടുത്തത്. പ്രവീൺ തൊഗാഡിയുടെ കേസ് മാച്ചു കളഞ്ഞവരാണ് UDF. അന്ന് ആ കാലത്ത് സഖാവ് കോടിയേരിയും പാർട്ടി നേതൃത്വവും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു വെച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. RSS പറയുന്നതിനനുസരിച്ച് ഇവിടെ പ്രതികളാക്കപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവരുത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു തുടക്കമാണ്, പാർട്ടി വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അഫ്സൽ പറയുന്നത് മുഴുവൻ വിവിധങ്ങളായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനകം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അഫ്സൽ പറഞ്ഞെവിടെയെങ്കിലും എത്തിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയധികം സമയം ഞാൻ അഫ്സലിന് സമയം തന്നിട്ടില്ല എന്ന് പരാതി ഉണ്ടാകില്ലല്ലോ അല്ലേ? അഫ്സൽ, കോടിയേരി ബാലകൃഷ്ണന്റെ അന്നത്തെ ബൈറ്റ് മുഴുവനും അഫ്സലിന് കേൾക്കണമോ? ഞാൻ കേൾപ്പിച്ചു തരാം. അതിനകത്ത് മറ്റൊരു വരി കൂടിയുണ്ട്, ശ്രീ മുഹമ്മദ് അഫ്സൽ, ഇന്റലിജൻസിന്റെ പരാജയമാണ് എന്ന്. അഫ്സലിനത് ഇന്നിപ്പോൾ അത്ര ദഹിക്കാത്തത് കൊണ്ട് പറയാതെ പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ പാനൂരിലെ സ്ഫോടനത്തിൽ ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയാൻ കഴിയില്ലല്ലോ. അന്നത്തെ സ്ഫോടനത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്ഫോടനത്തിലും ഇന്റലിജൻസ് വീഴ്ച ഉണ്ടാകണം സ്വാഭാവികമായി, അല്ലെ? പക്ഷെ ഇന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ ധർമ്മസങ്കടം മനസ്സിലാക്കുന്നുണ്ട്. അഫ്സൽ, ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മുഴുവൻ വാർത്ത വായിച്ചതിലൂടെ അഫ്സൽ എന്താണ് വെളിവാക്കാൻ ഉദ്ദേശിച്ചത്? പാർട്ടിയുമായി ബന്ധമില്ല, പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിയുടെ അറിവില്ല, പാർട്ടിയുടെ ഒത്താശയില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് മുഴുവൻ പറഞ്ഞതിലൂടെ ഞാൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായോ, ഞാൻ പറഞ്ഞതിലേറെയോ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചോ? അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഈ സന്ദർഭത്തിൽ ദുരൂഹതയുണ്ട് എന്ന ഭാഗം കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കൃത്യമായി പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ RSSന്റെ ഗൂഢാലോചനയും RSSന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എങ്കിൽ എന്തിനാണ് ശ്രീ മുഹമ്മദ് അഫ്സൽ ആ പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ല എന്ന് തള്ളി പറഞ്ഞിട്ടുണ്ടാവുക? അന്ന് പാർട്ടിയുടെ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്, RSSന്റെ ക്രിമിനലുകളാണ് കൊന്നത് എന്ന് പറയാത്തത് എന്താണ്? അന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് സഖാവ് കോടിയേരി പറഞ്ഞ കാര്യം ഇത്ര മാത്രമാണ്: ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല. അവിടെ ഇരകളാക്കപ്പെട്ടത് CPIM-ന്റെ പ്രവർത്തകരാണ്, സഖാവ് സുബീഷും ഷൈജുവുമാണ്. അവിടെ ആക്രമണം RSS നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഞാൻ കേട്ടിട്ടില്ല. അഫ്സൽ കേട്ടോ? സഖാവ് കോടിയേരി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഈ പറയുന്ന
നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത് ഇരകളാക്കപ്പെട്ടത് CPM പ്രവർത്തകരാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിക്ക് ബന്ധമില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യവും അങ്ങ് പറയുന്നത് വരികൾക്കിടയിൽ പറയാത്ത കാര്യവുമാണ്. ശ്രീ മുഹമ്മദ് അഫ്സൽ, ഇരകളാക്കപ്പെട്ടത് പാർട്ടി പ്രവർത്തകരാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് തർക്കമില്ല. സ്ഫോടനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് CPIM തള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരാണോ CPIMന്റെ പ്രവർത്തകരാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ സ്ഫോടനത്തിലോ വരികൾക്കിടയിലൂടെ ഞാനും വായിക്കട്ടെ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ സ്ഫോടനം നടന്നതിലോ സ്ഫോടനം നടത്തിയവരിലോ പാർട്ടിക്ക് ബന്ധമുണ്ടാകരുത് അല്ലേ? തള്ളി പറഞ്ഞിട്ട് അഫ്സൽ കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അതേ ഭാഷയിൽ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാനൂരിൽ അടുത്ത ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ തള്ളി പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് കേൾപ്പിച്ചത്. മുഴുവൻ കേൾക്കണമെങ്കിൽ കേൾപ്പിക്കാം അഫ്സലെ, മുഴുവൻ കേൾക്കണമെങ്കിൽ കേൾപ്പിക്കാം. കേൾപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുമൊന്നുമല്ല മാധു. ഇവിടെ ഒരു കാര്യം, 2015 ജൂൺ മാസം 5-ാം തീയതി നടന്ന ഒരു സംഭവം, ആ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിനകത്ത് പാർട്ടി വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാർട്ടിയുടെ പാനൂർ ഏരിയ കമ്മിറ്റി ഇതിൽ RSSന് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നുൾപ്പെടെ അന്നത്തെ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അതിലൊന്നും തർക്കമില്ല അഫ്സൽ, അതിലൊന്നും തർക്കമില്ല. അന്ന് പാർട്ടി തള്ളി പറഞ്ഞു, ഇന്നും പാർട്ടി തള്ളി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നും BJPക്ക് ബന്ധമുണ്ട്, BJPക്ക് സ്വാധീനമുള്ള ഇടമാണ്, BJP പ്രവർത്തകന്റെ പറമ്പിലാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇന്ന് പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ അഫ്സലിലേക്ക് വരാം, നമ്മൾ ഏറെ നേരമായല്ലോ തർക്കിച്ചു തുടങ്ങിയിട്ട്. ശ്രീ ജിന്നോ ഞാൻ വരാമേ. അതിനു മുൻപ് ശ്രീ പ്രകാശ് ബാബു, 2015 ഷൈജുവും സുബീഷും കൊല ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് അങ്ങ് എന്റെ കൂടെ ഇതേ വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്നു. അന്ന് അങ്ങ് പറഞ്ഞ രണ്ട് പേരുകൾ ശ്രീ പ്രകാശ് ബാബു ഷൈജുവിന്റെയും സുബീഷിന്റേതുമാണ്. കഴിഞ്ഞ തവണ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി, മരിച്ച മനുഷ്യർ ഇന്ന് CPMന്റെ രക്തസാക്ഷികളാണ്, ദാ ഇവരും രക്തസാക്ഷികളാകാൻ പോകുന്നു. അന്ന് പ്രകാശ് ബാബു ആ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഈ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. നിങ്ങൾ അന്ന് ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരകൾ CPMന്റെ രക്തസാക്ഷികൾ ഷൈജുവും സുബീഷും. നോക്കൂ മാധു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിന് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ക്രിമിനൽ സംഘങ്ങളെ എത്ര മാന്യമായിട്ടാണ് ഒരു ഭരണകക്ഷിയുടെ നേതാവ് വന്നിവിടെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സംഭവം എന്ന് പറയുന്നതിന് സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൊയിലൂർ വിളക്കോട്ടൂർ റോഡിലേക്ക് പോകുന്ന പാർട്ടി ഗ്രാമമായ ഈസ്റ്റ് ചെറ്റക്കണ്ടി അഥവാ തെക്കുമുറി എന്ന് പറയുന്ന സ്ഥലത്ത് മാധു പട്ടാപ്പകൽ നടന്നിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ സ്ഫോടനമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വനിത, ഒരു CPIMന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വനിത കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണമാണിത്. അത് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പട്ടാപ്പകൽ അവിടേക്ക് പോലീസ് സംവിധാനം ബോംബ് സ്ഫോടനം ഉണ്ടായ സ്ഥലത്തേക്ക് വരുമ്പോൾ വനിതകളുടെ നേതൃത്വത്തിൽ പോലീസിനെ തടഞ്ഞ് 15 മിനിറ്റ് കൊണ്ട് അവിടെയുള്ള തെളിവുകൾ നശിപ്പിച്ചതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവം നടന്നിട്ടുള്ളത് 2016 ജൂൺ മാസം 6-നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2016, മാധുവിന് തെറ്റാണെങ്കിൽ അത് തിരുത്താം. അദ്ദേഹം എന്ത് സംഘർഷാവസ്ഥയാണ് പാനൂർ, വിളക്കോട്ടൂർ, പൊയിലൂർ മേഖലയിൽ 2016 ഒന്ന് വ്യക്തമാക്കിയാൽ നന്ന്. വളരെ സമാധാനപരമായി നിലകൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ബോംബ് നിർമ്മാണം നടത്തി അതിൽ CPIMന്റെ പ്രാദേശിക നേതാക്കളടക്കം പ്രതികളായി ആ പ്രദേശത്ത് അസ്വസ്ഥതയുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു. അന്ന് CPIMന്റെ ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ല, എന്തായാലും അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ സമ്മതം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥലത്ത് പാർട്ടിയുടെ ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ പണപ്പിരിവ് നടത്തി 22-ാം തീയതി ഈ ചെറ്റക്കണ്ടി വിളക്കോട്ടൂർ റോഡിൽ ഈ സ്മാരകം പണിയാൻ പോവുക, തെക്കുമുറി. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുന്നു. RSS ആണ്, ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ സംഘർഷമുണ്ടായ സ്ഥലമാണ്.
പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കണ്ണൂർ രാഷ്ട്രീയ സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ CPM പ്രതിഭാഗത്തില്ലാത്ത ഏതെങ്കിലും ഒരു അക്രമം കണ്ണൂരിൽ നടന്നിട്ടുണ്ടോ? CPM ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം മുന്നണിയിലുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രമല്ലേ? 70 വയസ്സുള്ള അമ്മയെ കൊലപ്പെടുത്തിയിട്ടുള്ള മണ്ണല്ലേ? മിണ്ടാപ്രാണികളെ കൊലപ്പെടുത്തിയിട്ടുള്ള മണ്ണല്ലേ? ഈ മണ്ണിലെ രാഷ്ട്രീയം പറയുമ്പോൾ മാധു ഇവരെ ഒരു സ്ഥിരം പരിപാടി പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവർ രക്തസാക്ഷികളല്ലാതെ മറ്റാര് എന്നാണ് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കൾ ഫേസ്ബുക്കിൽ എഴുതുന്ന വിശദീകരണം എന്ന് പറയുന്നത്. അതിൽ അനൂപ് ചോക്ലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിന്റെ ശ്രീ പ്രകാശ് ബാബു മറ്റൊന്ന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ മുഹമ്മദ് അഫ്സലിന് വായിച്ചു കൊടുത്തൊരു വലിയ പട്ടികയുണ്ട്. അതിലെല്ലാം RSS ക്രിമിനലുകൾ, RSSന്റെ ഗുണ്ടകൾ, RSSന്റെ പ്രവർത്തകർ, വെട്ടിക്കൊലപ്പെടുത്തിയവർ, കുത്തിക്കൊലപ്പെടുത്തിയവർ, ചവിട്ടിക്കൊലപ്പെടുത്തിയവർ എന്ന് പറയുന്ന ഒരു വലിയ രക്തസാക്ഷി പട്ടികയാണ്. അപ്പോൾ ഒരു വശത്ത് CPM ഉണ്ടെങ്കിൽ ഒരു വശത്ത് RSSും BJPയും ഉണ്ട് അല്ലെ? അല്ല, CPIM കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ ഘട്ടത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അത് RSSനെ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണല്ലോ. നോക്കൂ മാധു, ഈ സംഭവ സ്ഥലത്ത് നിന്ന് കൃത്യമായി പറഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, കൈവേലിക്കൽ മുളിയന്തോട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ സ്ഫോടനമുണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. 4 DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിമാർ, കുന്നോത്തുപറമ്പ്, മീത്തലെ കുന്നോത്തുപറമ്പ് ഉൾപ്പെടെയുള്ള 4 DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിമാർ പ്രതിയായി. എന്നിട്ട് ഇതേ പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താ, രക്ഷാപ്രവർത്തനത്തിന് വന്നവർ, അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു സംഭവത്തെ, ഒരു രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടെങ്കിലും അല്പം ബോധം CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടേ? ഈ സംഭവ സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പറഞ്ഞ അമൽ ബാബു എന്ന് പറഞ്ഞാൽ CPIMന്റെ ഈ റെഡ് വളണ്ടിയർ ക്യാപ്റ്റനാണ് അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ, അവിടെയുള്ള ഈ TP വധക്കേസിലെ പ്രതിയുടെ ക്വാറയിൽ മാനേജ്മെന്റ് പണി ചെയ്യുന്ന DYFIയുടെ മറ്റൊരു യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ വന്ന് വിടുക. 4.5 കിലോമീറ്റർ 2 മിനിറ്റ് കൊണ്ടെത്തുക. ഇത് അതിർത്തിയിൽ മിസൈൽ വെച്ച പോലെ ബോംബ് പൊട്ടുന്ന സ്ഥലത്തേക്ക് നോക്കി ഓടിയെത്താൻ ഇവർ വളരെ വെപ്രാളം കൊള്ളുമല്ലേ? ഇങ്ങനെ ന്യായീകരിച്ച് ഞാൻ ചോദിച്ചോട്ടെ മാധു, ഇപ്പൊ ആരാ അതിലെ പ്രതികള്? ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ആ വീട്ടിൽ പോയി ഈ ബോംബ് സ്ഫോടനത്തില് മരണപ്പെട്ടിട്ടുള്ള ആളുടെ വീട്ടിൽ പോയത് ലോക്കൽ സെക്രട്ടറി പ്രജീഷ. ഈ പ്രജീഷിന്റെ വീട് ഈ ബോംബ് സ്ഫോടനം നടന്നതിന്റെ 3ാമത്തെ വീടാ മാധു, 3ാമത്തെ വീട്. അദ്ദേഹം അവിടെ ഓടിയെത്തിയിട്ടില്ല. 4.5 കിലോമീറ്റർ അപ്പുറമുള്ള ക്രിമിനൽ ഗുണ്ടാ നേതാവ് അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ മാധു, കണ്ണൂർ ജില്ലയിൽ ഇവർ കഴിഞ്ഞ കുറെ കാലമായുള്ള സമാധാന പ്രക്രിയക്ക് തുരങ്കം വെക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തി വരികയും അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോംബ് നിർമ്മാണ സംഘങ്ങളുണ്ട്, ആസൂത്രണം ചെയ്യുന്നവരുണ്ട്, കുറ്റകൃത്യം നടപ്പിലാക്കുന്നവരുണ്ട്. ഇവരെ പാർട്ടി സംരക്ഷിക്കും. ഇവർക്ക് രക്തസാക്ഷി മണ്ഡപം മാത്രമല്ല, ഇവർക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാകും. ഇവർക്ക് ഇതേപോലെ തന്നെ ഇവരുടെ ജയിലിൽ നിന്ന് വന്നാൽ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ഇങ്ങനെ പാർട്ടി ഈ ക്രിമിനൽ സംഘങ്ങളെ പോറ്റി വളർത്തി അവരെ സംരക്ഷിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടി പോലും ചെയ്യപ്പെട്ട സംഭവത്തിൽ RSSന്റെ ഗൂഢാലോചനയും ക്രിമിനൽ പ്രവർത്തനവുമാണ് CPM ആരോപിക്കുന്നത്. അന്ന് ഭരണത്തിലിരിക്കുന്നത് UDF സർക്കാരാണ്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി എന്നാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവിടെ ബോംബ് നിർമ്മാണം അനസ്യൂതം നടക്കുന്നു, അത് ഇന്റലിജൻസ് വീഴ്ചയാണ്. പനൂരിലൊക്കെ നമ്മൾ കോൺഗ്രസും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉന്നയിച്ച ഒരു ആരോപണം അതാണ്, ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി, ഈ സ്ഫോടക വസ്തുക്കളൊക്കെ വരുന്നത് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പോലീസുകാരും ഇന്റലിജൻസുകാരും ഒക്കെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചകൾ അന്നുണ്ടായി. സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന നടപടിയാണ് അന്നത്തെ പോലീസും സർക്കാരും സ്വീകരിച്ചത്. അതായത് RSS നടപ്പിലാക്കിയ ക്രിമിനൽ പ്രവർത്തനത്തിന് UDF അധികാരത്തിലെ ഇരിക്കുന്ന സർക്കാർ കുടപിടിക്കുകയായിരുന്നു. അതിന്റെ ഇരകളാണ് ഷൈജുവും സുബീഷും. അവരെ പ്രതികളാക്കി മുദ്ര കുത്തിപ്പെടുത്തി അവരുടെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കാനുള്ള ശ്രമം സംഘടിതമായി നടപ്പിലാക്കിയതിൽ ഒരു വശത്ത് RSSും മറ്റൊരു വശത്ത് കോൺഗ്രസും. ഇതാണ് ആരോപണം.
എൻ്റെ പൊന്നു മാധു, ഇവരാരും പൊട്ടാസ് തോക്കിൽ വെടിവെച്ചപ്പോൾ മരിച്ചതൊന്നല്ലല്ലോ. ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കിയപ്പോൾ അത് പൊട്ടി മരിച്ച ആളുകളാണ്. ആളൊഴിഞ്ഞ പറമ്പിൽ എന്ത് RSS പ്രതിരോധം ഇവർ നടത്തിയത്, അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയണ്ടേ ഇവർ എനിക്ക് മനസ്സിലാകാത്ത ഈ ബോംബ് പൊട്ടി മരിച്ചു, അന്നത്തെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞു, പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അവരുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറി ബന്ധമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ബന്ധമില്ലാത്ത ആളുകൾ വല്ല ആളുറഞ്ഞ പറമ്പിലും ബോംബുണ്ടാക്കി പൊട്ടിച്ച് മരിച്ചതിൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ രക്തസാക്ഷിയായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെടണമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അത് ബോധ്യപ്പെട്ടതായിട്ട് പറയുന്നില്ല. പിന്നെ പറയുന്നത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന്. ഇന്റലിജൻസ് വീഴ്ചയാണ് എന്ന് ഇവർ പറയുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ കാലത്തല്ലേ പാനൂര് ബോംബുണ്ടാക്കി മരിച്ചത് കുറേ പേര്, അപകടത്തിൽപ്പെടുന്നു, ഒരാൾ മരിക്കുന്നൊക്കെ ചെയ്തില്ലേ? അപ്പോൾ ഇന്റലിജൻസ് വീഴ്ച ഉണ്ട് എന്ന് CPM ഇപ്പോൾ ഭരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? മാത്രമല്ല, ഈ പാനൂരടക്കം ഇപ്പോഴും ബോംബുണ്ടാക്കാൻ RSSനെയും മറ്റു ആളുകളെയൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക് താഴെത്തട്ടിൽ ബോംബ് ഉണ്ടാക്കാനുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടുണ്ടോ? നാളിതുവരെ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കി മരിക്കുന്നതിന്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് സാമൂഹികമായിട്ടുള്ള ബാധ്യത ഇല്ലെന്നേ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ അന്നത്തെ പാർട്ടി സെക്രട്ടറി തള്ളി പറയും, പുതിയ പാർട്ടി സെക്രട്ടറി അതിനെക്കുറിച്ച് കുറെ തള്ളു പറയും. ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രക്തം കണ്ടാൽ എല്ലാവരും രക്തസാക്ഷിയാവില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണോ ഇവരെല്ലാം മരിക്കുന്നത്? അല്ലെങ്കിൽ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മരിക്കുന്നത്? അതൊന്നല്ല. ഇവരൊക്കെ നാട്ടും പുറത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് വെട്ടും കുത്തും നടത്തി ബോംബ് എറിഞ്ഞ് മരിക്കുന്നതൊന്നും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള രക്തസാക്ഷികളാണെന്നുള്ള പരിവേഷം സൃഷ്ടിക്കുന്നത് ശരിയല്ല. അതൊരു നല്ല രാഷ്ട്രീയ മാതൃകയല്ല. പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് എന്ത് രാഷ്ട്രീയ മാതൃകയാണ് നിങ്ങൾ ഇതിലൂടെ കൊടുക്കാൻ പോകുന്നത്? നാട്ടിലെ ഏതെങ്കിലും CPMകാരൻ നഖം വെട്ടുമ്പോൾ നഖത്തിനിടയിൽ നിന്ന് ചോര കണ്ടാൽ അപ്പോൾ അതും രക്തസാക്ഷിയാക്കിയിട്ട് നിങ്ങൾ ചിത്രീകരിക്കുമോ? അതൊന്നും ശരിയായ മാതൃകയല്ല. നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള സ്ഥാപക നേതാവിന്റെ സ്തൂപം തല്ലിപ്പൊളിച്ചത് CPMകാരല്ലേ? നിങ്ങളുടെ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ താഴെത്തട്ടിൽ നിങ്ങളൊരു പാർട്ടി ക്ലാസ് കൊടുക്കണം. രക്തസാക്ഷി ആകേണ്ടത് എങ്ങനെയാണെന്ന്, ആരാണ് രക്തസാക്ഷി എന്ന്. അവനവന് വേണ്ടിയല്ലാതെ രക്തമൂറ്റി കൊടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ രക്തസാക്ഷി എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടോ സമൂഹത്തിന് വേണ്ടിയിട്ടോ പോരാടുന്ന ആളുകളാ. അല്ലാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് എതിരാളികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബോംബ് പൊട്ടി മരിക്കുന്നവർ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പരിഷ്കൃത സമൂഹത്തിന്, കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിന് തയ്യാറാകാൻ പറ്റില്ലെന്നേ. നിങ്ങളുടെ ബോംബ് നിർമ്മാണ ഫാക്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ ആ ശാസ്ത്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ നിങ്ങൾ ഒന്നുകിൽ വീര കേരള ചക്രയോ അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസോ കൊടുക്കണമെന്ന് നാളെ പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അത് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കണമെന്നുണ്ടോ? അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്ത് രാഷ്ട്രീയ മാതൃക ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കുകയല്ലേ? 2015 ബോംബുണ്ടാക്കി മരിച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു അത് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അവരുടെ പേരിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയൊക്കെ ഫണ്ട് വിരിവെടുത്ത് നടത്തുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മാറ്റി പറയല്ലേ? ഒന്നുകിൽ കോടിയേരി ബാലകൃഷ്ണന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നിലപാട് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കണം. എന്ത് തന്നെയായാലും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒരു രാഷ്ട്രീയമല്ല നിങ്ങൾ പറയുന്നത്. RSSനെ പ്രതിരോധിക്കേണ്ടത് ബോംബുണ്ടാക്കിക്കൊണ്ടല്ല, ആശയപരമായിട്ട് നേരിടാനുള്ള ശേഷി ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആയുധപ്പുരയിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്നത്. CPM ഇപ്പോഴും CPM ആവശ്യപ്പെട്ടത്, ഇന്നും CPM ആവശ്യപ്പെടുന്നത് അതിലുള്ള RSS ബന്ധം അന്വേഷിക്കണമെന്നാണ് എന്നുള്ളതാണ് CPM പറയുന്നത്. അത് അന്വേഷിക്കാതെ പോയതിൽ കോൺഗ്രസിന്റെ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന ആരോപണത്തിന് മറുപടി എന്താണ്? അല്ല മാധു, ഇതൊന്നും ആലോചിച്ച് നോക്കി. അന്ന് CPM ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ സർക്കാരിന്റെ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അന്നത്തെ ഇവരുടെ വീര രക്തസാക്ഷികൾ, ബോംബുണ്ടാക്കി മരിച്ച രക്തസാക്ഷികളുടെ മരണത്തിൽ RSSനുള്ള ബന്ധം അന്വേഷിക്കാൻ 2016 മുതൽ ഈ 2024 വരെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് തോന്നാത്തത്? കൃത്യമായിട്ട് അറിയാമെന്നേ. ഇവർക്ക് വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കാൻ പോയ ആളുകൾ ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് മരണപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം RSSനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. അന്നത്തെ UDF സർക്കാരിന്റെ വീഴ്ചയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് എന്തുകൊണ്ട് അന്വേഷണം നടത്താതിരുന്നത്? അതിന് മറുപടി പറയേണ്ടവര്. ശരി, അതൊരു ചോദ്യമാണ്. ശ്രീ മുഹമ്മദ് അഫ്സൽ, അന്ന് നിങ്ങൾ പറയുന്നത് RSSന്റെ ക്രിമിനൽ സംഘം നടത്തിയ ആക്രമണമാണ്, അതിൽ പ്രതിരോധിക്കവെയാണ് ഷൈജുവും സുബീഷും കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. ആ കേസ് അവസാനിച്ചു പോയുവെങ്കിൽ തുടരന്വേഷണമാകാം, ഒരു പരാതി കിട്ടിയാൽ മതിയല്ലോ. പുനരന്വേഷണമാകാം, ഒരു പരാതി കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ പലതും ചെയ്യാൻ കഴിയും. ഇപ്പോൾ പാനൂരിലും നിങ്ങൾ പറഞ്ഞത് അതിൽ RSS പ്രവർത്തകരുടെ പങ്ക് അന്വേഷിക്കണം എന്നുള്ളതാണ്.
നിങ്ങളുടെ സർക്കാരാണല്ലോ, നിങ്ങളുടെ പോലീസാണ്, നിങ്ങളുടെ അന്വേഷണ സംവിധാനമാണ്, ഇന്റലിജൻസിന്റെ പോലീസിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത് ആരാധ്യനായ മുഖ്യമന്ത്രിയാണ്. ആ വഴിക്ക് അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ടോ? ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങളോട് മറുപടി പറയേണ്ടതായി ഉണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയാണ് അവിടെ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ആരാണ് പള്ളിച്ചാൽ വിനോദനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്? ആരാണ് OK ബാസു മാസ്റ്ററെ കൊലപ്പെടുത്താൻ പരിശ്രമിച്ചിട്ടുള്ളത്? ആരാണ് SFIയുടെ നേതാവായിട്ടുള്ള അക്ഷയുടെ തലയടിച്ച് പൊട്ടിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്? 5 തവണയാണ് OK ബാസു മാസ്റ്ററെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തത്. എന്നിട്ട് ഇവിടെ സമാധാനത്തിന്റെ മാലാകയായിക്കൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയാണ്. ഇവർ പറയാണ് ഇവിടെ CPIM ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്നുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ഈ കണ്ണൂർ ജില്ലയിൽ അവസാനമായി നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം ഏതാണെന്നറിയോ? തലശ്ശേരി പുന്നോളിൽ നടന്നിട്ടുള്ള ഹരിദാസന്റെ കൊലപാതകമാണ്. ആ ഹരിദാസന്റെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അത് BJP ആണ്, RSS ആണ്, സംഘപരിവാരമാണ്. നിങ്ങളുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആ കേസിനകത്ത് പ്രതികളാണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ മറച്ചു വെക്കാൻ എത്ര പരിശ്രമിച്ചാലും ഇവിടെ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിച്ചു വെക്കാനുള്ളത്. ഇവിടെ CPIM കഴിഞ്ഞ തൃശൂർ സംസ്ഥാന സമ്മേളനത്തിനകത്ത് അസന്നിഹിതമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ കണ്ണൂർ ജില്ലയിൽ ഇനിയിപ്പോ RSS ആയാലും മറ്റേത് രാഷ്ട്രീയ പാർട്ടികളായാലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് ആക്രമിക്കരുത് എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2015 ഈ പറയുന്ന ചെറ്റക്കണ്ടിയിൽ സ്ഫോടനത്തിൽ 2 CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ മൃതദേഹം CPIM നേതാക്കന്മാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പതാക പുതപ്പിച്ചിട്ടുണ്ട്. അവരെ സംസ്കാരം നടത്തിയിട്ടുള്ളത് അവിടെ CPIMന്റെ ഭൂമിയിൽ തന്നെയാണ്. അത് മാത്രമല്ല എല്ലാ വർഷവും അവിടെ ഈ പറയുന്ന അവരുടെ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്, സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ 2015 നടന്ന സംഭവം, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എല്ലാ വർഷവും അനുസ്മരണവും പരിപാടിയൊക്കെ നടത്തുന്ന സാഹചര്യം, ഇതൊക്കെ ഉള്ള ഒരു വിഷയത്തെ ഇപ്പൊ ഈ സന്ദർഭത്തിൽ എന്തിനാണ് നിങ്ങൾ CPIMനെതിരായി ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ഇവിടെ RSSഉം BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഇവിടെ CPIMനെ തകർക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഇവിടെ ആരാണ് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ധീരജിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്? ഈ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിനെ കൊലപ്പെടുത്തിയത് ആരാണ്? മറുപടി പറയണം. ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ആ നിഖിൽ പൈലിക്കെതിരായി നിങ്ങൾ സ്വീകരിച്ച സമീപനം എന്താണ്? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇവിടെ CPIM ഒരു കാരണവശാലും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയോ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം ശ്രീ അഫ്സൽ. അതായത് ഈ 2 സംഭവങ്ങൾ 2015 ഷൈജുവും സുബീഷും കൊല ചെയ്യപ്പെട്ട സംഭവത്തിലും ഇപ്പോൾ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിലും RSSന്റെ പങ്ക് വ്യക്തമാക്കുന്ന അന്വേഷണത്തിന് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഈ കൊല്ലപ്പെട്ടവർ CPIM പ്രവർത്തകരാണ്. ഇത് പുനരന്വേഷണം നടത്തി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ ഇവർ തന്നെ വിലാപമായി മുന്നോട്ട് വരില്ലേ? ഇതാ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി നമ്മളെ തെറ്റായ നിലയിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന നിലയുണ്ടാവില്ലേ? അതുകൊണ്ട് അത് ദീർഘദൃഷ്ടിയോടെ കണ്ടുകൊണ്ടാണോ അന്വേഷണമില്ലാതെ പോയത്? അത് ദീർഘദൃഷ്ടിയോടെ കണ്ടുകൊണ്ടാണോ ആ വഴിക്ക് അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? അതായത് ആ സ്ഫോടനത്തിലും നിങ്ങളുടെ സഖാക്കന്മാർ കൊല്ലപ്പെട്ടതിലും RSSന് നല്ല പങ്കുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും നിങ്ങൾ രാഷ്ട്രീയ പക വീട്ടുന്നു എന്ന ആരോപണത്തെ പേടിച്ച് നിങ്ങൾ ആ അന്വേഷണം നടത്തുന്നില്ല എന്നാണോ? 10 ദിവസം മുമ്പ് പാനൂരിൽ സ്ഫോടനമുണ്ടായി. പാർട്ടി വലിയ പ്രതിരോധത്തിൽ പോയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് 10 ദിവസം കഴിയുമ്പോൾ അവിടെ പഴയ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന ചോദ്യങ്ങളെ പേടിയില്ല. രാഷ്ട്രീയ പകപോക്കലെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാലോ എന്നൊരു പേടിയോ? മാധു,
അന്ന് തൊട്ട് ഇന്ന് വരെ 2015 തൊട്ട് ഈ കാലയളവ് വരെ ആ കാലയളവിലുണ്ടായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടുണ്ട്. UDFന്റെ ഭരണകാലത്ത് അന്ന് നിരവധിയായിട്ടുള്ള CPIM പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, യഥാർത്ഥ പ്രതികളെ കാരാഗ്രഹത്തിൽ കടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പുനരന്വേഷണം ആ കാലത്ത് തന്നെ RSSന്റെ ബന്ധം അന്വേഷിക്കണം എന്ന് CPIM അസന്നിഹിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ കോടതിയിലുള്ള കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ വിധി വരുന്ന സന്ദർഭത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ശരി, ഓക്കെ. ശ്രീ പ്രകാശ് ബാബു, ഈ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഒരു രാഷ്ട്രീയ ആക്രമണത്തിൽ പങ്കാളിയായോ അല്ലാതായോ കൊല്ല ചെയ്യപ്പെടുന്നു. അതിൽ സ്ഫോടക വസ്തു അടക്കം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസിൽ സ്വാഭാവികമായും പോലീസ് ആരും പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു സ്ഫോടനമുണ്ടായി, സ്ഫോടക വസ്തു ഉപയോഗിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതിൽ കേസെടുക്കാൻ പോലീസിന് ആർക്കും പരാതി കൊടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായും അതിൽ മറ്റുള്ളവർ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉൾപ്പെടുന്നവർ ഉണ്ട് എങ്കിൽ ആ FIRൽ പരാമർശമുണ്ടാകും, കുറ്റപത്രത്തിൽ പരാമർശമുണ്ടാകും, അങ്ങനെ പലതുണ്ടാകും. BJPയുടെയും RSSന്റെയും എത്ര പ്രവർത്തകർക്കെതിരെ ഈ പറയുന്ന ഷൈജുവിന്റെയും സുബീഷിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്? നോക്കൂ മാധു, ഞാൻ ഈ സംഭവ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ്. എനിക്കത് അഫ്സലിന് എത്ര അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. നോക്കൂ, ഇത് പട്ടാപ്പകൽ നടന്ന സംഭവം. ഒരു പ്രദേശം മുഴുവൻ ഈ സ്ഫോടനം കേട്ട് അവിടെ ഓടി വരിക മാധു. ഉടനെ തന്നെ അവിടെയുള്ള ഈ നിർമ്മല എന്ന് പറയുന്ന ഒരു അംഗനവാടി വർക്കറായിട്ടുള്ള CPIMന്റെ പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള വനിതകൾ പോലീസ് സംവിധാനത്തെ ആ കുന്നിലേക്ക് കയറാൻ അനുവദിച്ചില്ല, തടഞ്ഞു വെച്ചു. അപ്പോൾ കൃത്യം ആ സമയത്തേക്ക് തന്നെ അവിടെയുള്ള മുഴുവൻ ആയുധങ്ങളും അതേപോലെ നിർമ്മിച്ച ബോംബുകളൊക്കെ മാറ്റിവെച്ചു. ഇനി ഇവിടെ അഫ്സൽ പറഞ്ഞതുപോലെ നിങ്ങൾ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയാലോ, നിങ്ങൾ രക്തപതാക ബോധിപ്പിച്ചോ, മോനെ നിങ്ങൾ അവർക്ക് ധീരതയ്ക്കുള്ള അവാർഡും കൊടുക്ക്, നാളെ വേണേ പെൻഷനും കൊടുക്കും, ഇതൊന്നുമല്ല കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നം. പക്ഷേ നിങ്ങളൊരു നാട് കുട്ടിച്ചോറാക്കാനുണ്ടായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ പിതൃത്വമെങ്കിൽ ഞങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ തലയിലേക്ക് തൽക്കാലം നിങ്ങൾ ഇടണ്ട. മാധു, കഴിഞ്ഞ 53 കൊല്ലമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഇവരുടെ പ്രസംഗം എന്താണെന്നറിയോ? ഞങ്ങളിത് RSSുമായിട്ട് കലാപം സംഘർഷം ഉണ്ടാകാൻ കാരണം ഞങ്ങൾ തലശ്ശേരി കലാപത്തിൽ മെരുവമ്പായി പള്ളി സംരക്ഷിച്ചു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? മെരുവമ്പായി പള്ളിയുടെ പേരും പറഞ്ഞ് കഴിഞ്ഞ 53 കൊല്ലമായി ഇവരിവിടെ വലിയൊരു ഭീതി പടർത്തുക. തലശ്ശേരി ഞങ്ങളെ കലാപം ഉണ്ടാക്കിയ ഞങ്ങളുടെ വാദം അതല്ല മാധു. കണ്ണൂർ ജില്ലയിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ ചില രാവണ കോട്ടകളുണ്ട്. അതിൽ ഒന്നാണ് ഈ ചെറ്റക്കണ്ടി, ഈസ്റ്റ് ചെറ്റക്കണ്ടി, അതേപോലെ തന്നെ ഈ പറഞ്ഞ തെക്കുമുറി. ഇവിടെ നിങ്ങളും ഞാനും ആ പ്രദേശത്ത് പോകുമ്പോൾ, രാത്രി പോകുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ചോദിക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. ഈ പ്രദേശത്താണ് ഈ ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ളത്. ഇനി ഏത് സംഘർഷത്തിൻ്റെ പേരിലായാലും ഈ പട്ടാപ്പകൽ നടന്ന ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 4-5 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു RSSന്റെ ഒരു പ്രവർത്തകനെ കാണുന്ന സ്ഥലം അവിടെ ഉള്ളത്. ഒരു പ്രതികളുണ്ടെങ്കിൽ ഇവർ പുനരന്വേഷണമോ തുടരന്വേഷണം എന്തോ നടത്തട്ടെ എന്നേ. 2016 അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെന്തൊരു നടപടിയെടുത്തു അവർ പറയട്ടെ. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ്, കണ്ണൂർ ജില്ലയിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയം ഒഴിവാക്കാൻ സാധിക്കില്ല. അവർ തള്ളിപ്പറയില്ല. കാരണം എന്താണെന്നോ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിജാലും അതേപോലെ തന്നെ അമലൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ പ്രചോദനമാണ് ഈ രക്തസാക്ഷികൾ, സുബീഷും അതേപോലെ തന്നെ ഷൈജു ഒക്കെ. ഇപ്പോൾ ബോംബ് നിർമ്മാണം പരിശീലനമുള്ളവർ, ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവർ, അതേ സ്ഫോടക വസ്തു സംഭരിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ വലിയ ആവേശം കൊടുക്കുന്നവരാണ് ഈ രക്തസാക്ഷികൾ. അതുകൊണ്ട് ഈ പാർട്ടി സംരക്ഷിക്കും. ഈ കേസിലും പാർട്ടിയുടെ ലോക്കൽ ലീഡേഴ്സ് അടക്കം പ്രതിപട്ടികയിൽ വന്ന കേസാണിത്. ഒന്ന് മുഹമ്മദ് അഫ്സൽ അത് പഠിക്കട്ടെ. അങ്ങനെയുള്ള നേതാക്കളടക്കം പ്രതിപട്ടികയിൽ അധ്യാപകരടക്കം ഒക്കെ വന്ന ഒരു കേസിൽ ഇപ്പൊ വന്നിട്ട് 7 കൊല്ലം കഴിഞ്ഞിട്ട് പറയുക RSS നിങ്ങൾ എന്തായി 5-8 കൊല്ലം ഇവിടെ എടുത്ത കേരളത്തിൽ. അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ മടിക്കുത്തിൽ ബോംബും വെച്ച് സമാധാനവും പ്രസംഗിച്ച് ഇരുട്ടിൻ്റെ മറവിൽ പോയി കൊച്ചു പിള്ളേരെ അവിടെ കുറച്ച് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ബോംബും ഉണ്ടാക്കി ഇവിടെ വന്ന RSS BJP എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അവിടെ ആയുധം താഴെ വെച്ച് നിങ്ങളൊരു ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള മിനിമം ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായാൽ മതി.
നിങ്ങൾ വലിയ കുറെ കണക്കൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ അഫ്സലെ 1969 മുതൽ ഞങ്ങൾ ഇത് സഹിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരകൾ ഞങ്ങളാ. ചരിത്രത്തിന്റെ പേരിലാണല്ലോ. അല്ല, അത് ഓരോ തവണ ആവർത്തിക്കുമ്പോഴും വീണ്ടും വെറിയേ ഉണ്ടാകുന്നുള്ളൂ. ആ ചരിത്രം RSS പറഞ്ഞാലും CPM പറഞ്ഞാലും പിന്നെയും പിന്നെയും വെറിയേ ഉണ്ടാകുന്നുള്ളൂ. വെറുതെ കുടുംബത്തിലിരിക്കുന്ന ആരെങ്കിലും നാളെ ഇരയാകാൻ മാത്രമേ അത് ഉപകരിക്കപ്പെടുകയുള്ളൂ. ആ കണക്ക് പറച്ചിൽ അതവിടെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസവും അതിലൊരു സാക്ഷി ബാലകൃഷ്ണൻ പറഞ്ഞു ആ മഴുവെടുത്ത ലുങ്കി എടുത്ത ആൾ ആരാണെന്ന് അറിയുമെന്ന്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വന്ന് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാം. കണ്ണൂർ ജില്ലയിലെ CPIയുടെ ഏക രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയ നിങ്ങളാ. CPIയുടെ ഏക രക്തസാക്ഷി ദാമോദരൻ ഞങ്ങളല്ല കൊലപ്പെടുത്തിയേ, നിങ്ങൾ തന്നെ. അപ്പോ നിങ്ങൾക്ക് ലീഗും കോൺഗ്രസും BJPയും കിട്ടിയിട്ടില്ല, സ്വന്തം പാർട്ടിയിലുള്ളവരെ നിങ്ങൾ കൊലപ്പെടുത്തും, സ്വന്തം ഘടകകക്ഷികളെ നിങ്ങൾ കൊലപ്പെടുത്തും. രാഷ്ട്രീയ പാരമ്പര്യം. ചക്കരക്കല്ലിൽ കഴിഞ്ഞ ദിവസം റോഡരികിൽ ഐസ്ക്രീം ബോംബ് പൊട്ടിത്തെറിച്ചു. പോലീസ് പട്രോളിങ്ങിനിടെ പോലീസുകാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാനൂർ ബോംബ് സ്ഫോടനമുണ്ടായി. ഇവിടുത്തെ കൊമ്പത്തെ കേരള പോലീസും ഇന്റലിജൻസും മുഴുവൻ സംവിധാനങ്ങളും പരക്ക നടന്ന് പരിശോധന. എന്നിട്ട് പോലീസിന്റെ ഫ്രണ്ടിൽ ഐസ്ക്രീം ബോംബ് പൊട്ടിത്തെറിക്കുന്നു. പോലീസ് രക്ഷപ്പെടുന്നു. അപ്പോൾ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ അവകാശവാദങ്ങൾ എന്നതൊരു ചോദ്യമാണ്. പാനൂരിൽ ബോംബ് സ്ഫോടനത്തിന് ബോംബ് നിർമ്മിക്കാനുണ്ടായ സ്ഫോടക വസ്തുക്കൾ വന്ന വഴി അന്വേഷിക്കേണ്ട പോലീസിന് മുന്നിലൂടെ വീണ്ടും ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ, അത് കൊണ്ടുപോകുന്നവർ, അത് നിർമ്മിക്കുന്നവർ അനസ്യൂതം വിഹരിക്കുകയാണ്. അപ്പോ ആരോടാണ് ഇതൊക്കെ ചോദിക്കേണ്ടത്? വഴിയിൽ നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, ആശുപത്രിയിൽ പോകുന്ന മനുഷ്യർ, ആരെങ്കിലും ഞാനോ അങ്ങോ മറ്റുള്ളവരോ പോകുന്ന വഴിക്കൊക്കെ ഇതിനിരയാകാമെന്ന അവസ്ഥയാണ് കേരളത്തിലെങ്കിൽ ആരാണ് അതിന് മറുപടി പറയുക? അല്ല മാധു, ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. അതിപ്പോൾ CPMന്റെ നേതാക്കന്മാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം കണ്ടാൽ മാത്രം പോരല്ലോ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പൊതുവിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് കൂടി ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന. ഇവിടെ 1995 മുതൽ ഈ വർഷം വരെ നമ്മൾ കണ്ടിട്ടുള്ള കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ 96 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതിൽ 42 BJPക്കാരും 40 CPMകാരും 5 കോൺഗ്രസ്സുകാരും 4 ലീഗുകാരും 3 പോപ്പുലർ ഫ്രണ്ടുകാരും 3 രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നും പെടാത്ത 3 ആളുകൾ മരണപ്പെട്ട സാഹചര്യമുണ്ട്. ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് 92 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 65 കേസുകളും CPM കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. 96 മുതൽ 2000 വരെ, 2006 മുതൽ 2011 വരെ, 2016 മുതൽ നാളിതുവരെ CPM കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് 65 രാഷ്ട്രീയ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 5, 6, 7 കൊല്ലം കഴിയുമ്പോൾ അത് വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കിയപ്പോൾ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ പറമ്പിൽ മരണപ്പെട്ടതാണെന്നും പറഞ്ഞ് അവർക്കും രക്തസാക്ഷി മണ്ഡപം ഇവർ ഉണ്ടാകും. അന്നത്തെ പാർട്ടി സെക്രട്ടറി ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഗതികേട് നമ്മൾ കാണേണ്ടിയും വരും. ഇവിടെ ഞാൻ ചോദിക്കുന്ന മാധു ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് തിരിച്ച് CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയാതെ സ്കിപ്പായി പോയി. വീണ്ടും ചോദിക്കുന്നു, പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ RSSന്റെ ബന്ധത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ബോംബ് നിർമ്മാണത്തിനുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് എങ്ങനെ അവിടെ കിട്ടിയെന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ആരൊക്കെയാണ് അതിന് പിന്തുണ കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അതിൽ മരണപ്പെട്ടവരെ സംരക്ഷിച്ചവരും അവരെ ആശുപത്രി കൊണ്ടുപോയവരും പരിക്കേറ്റവരും ഒക്കെ CPMവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നിരിക്കെ തന്നെ നിങ്ങൾ RSSനെതിരെ ആക്ഷേപം ചൊരിയുമ്പോൾ RSSനെതിരെ മറ്റു പല കാര്യത്തിലും നമുക്ക് യോജിച്ച അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ എല്ലാം RSSന്റെ തലയിൽ കെട്ടാൻ നോക്കുമ്പോൾ നിങ്ങളുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ എങ്ങനെ ഇത് നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് RSSനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആക്ഷേപവും കൂടി അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? എവിടെ വരെയായി ആ അന്വേഷണം? അതിന് നിങ്ങൾ മറുപടി പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞത് CPMനെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് RSSന്റെ കൂടെ കൂടി എന്നാ പറയുന്നത്. നിങ്ങളെ തകർക്കൽ നിങ്ങളുടെ തന്നെ പണിയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ചെയ്യാനുള്ള പണി കാരണബോധനം ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പണിയൊന്നല്ല അത്. അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നൊരു വാചകം കൂടി താങ്കൾ പറഞ്ഞു. താങ്കളുടെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയടിച്ച് പൊട്ടിക്കുന്ന ഹെൽമറ്റ് കൊണ്ടും കമ്പിവടി കൊണ്ടും അല്ലെങ്കിൽ കുറുവടി കൊണ്ടും ആളുകളെ തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന പരിപാടിയെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അത് ഇനിയും തുടരണമെന്ന് പറഞ്ഞത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയല്ലേ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? ആ അക്രമം നടത്തിയവർക്കെതിരെ മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം പ്രസ്താവന നടത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ കൂടി കേസെടുക്കണമായിരുന്നു. അങ്ങനെ കേസെടുക്കാനുള്ള ആർജവമില്ലാത്ത കാക്കിയിട്ട സേനയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് കൊണ്ട്, പോലീസ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ട്
കാര്യമില്ല. പിന്നെ അടുത്ത നിങ്ങൾ പറയുന്ന UDF 2015 നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ രക്തസാക്ഷികളുടെ മരണത്തെ അന്വേഷിക്കാതെ ഞങ്ങൾ ഉഴപ്പിയെന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് മാധു ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? CPM, BJP-ക്കാർ, RSS-കാർ, പ്രതിപക്ഷത്തുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ആക്ഷേപത്തെ പേടിച്ചുകൊണ്ട് നിങ്ങളുടെ ധീര രക്തസാക്ഷികളുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള RSS-കാരെ സംരക്ഷിക്കുന്ന ഗതികേടിലാണോ കേരളത്തിലെ CPM ഇരിക്കുന്നത്? കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് CPM ഭരിക്കുന്ന സർക്കാർ ഇരിക്കുന്നത്. എന്തൊരു നാണം കെട്ട വാദമാണ് മാഷേ, എന്തൊരു ഗതികെട്ട വാദമാണ്. നിങ്ങൾക്ക് പറയാൻ മറ്റൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയല്ലേ. CPM-കാർക്ക് ഇത്തരം വാദത്തിൽ യുക്തിയില്ലെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക്, കേരളത്തിലെ 3.5 കോടി സാധാരണ മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ബുദ്ധിയും ബോധവും വിവേകമുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം നിങ്ങൾ ഇത്തരം ചർച്ചകളിൽ സംവദിക്കാൻ. ശ്രീ മുഹമ്മദ് അഫ്സൽ, എനിക്ക് മനസ്സിലാകാതെ പോകുന്നൊരു പ്രയോഗം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അവനവൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ കൊല ചെയ്തു, ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. ആ സംഭവത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് എന്ന് നല്ല ബോധ്യമുണ്ട് എങ്കിൽ അതിലുപയോഗിക്കുന്നൊരു ഭാഷയുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചു കേൾപ്പിച്ച രക്തസാക്ഷി പട്ടികയിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. RSS-ന്റെ ക്രിമിനലുകൾ, കോൺഗ്രസിന്റെ ഗുണ്ടാസംഘം എന്ന് ഞാൻ എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ഈ ഷൈജുവിന്റെ സുബീഷിന്റെ കാര്യം പറയുമ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ആവർത്തിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് RSS-കാർ കൊന്നുകളഞ്ഞ എന്ന് പറയാത്തത്? പാർട്ടി സെക്രട്ടറിയോട് ഇന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന കാര്യം പറയുന്നില്ല. ഞങ്ങളുടെ രക്തസാക്ഷികളാണ്, BJP-ക്കാർ കൊന്നുകളഞ്ഞതാണ്, ഞങ്ങൾ അവരുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് മണ്ഡപം പണിയും, ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യും, ഞങ്ങളുടെ സഖാക്കൾ, ഞങ്ങളുടെ രക്തസാക്ഷികൾ, ഞങ്ങളുടെ അഭിമാനം. അദ്ദേഹം പറയുന്നില്ല. അങ്ങ് ആർജവത്തോടെ പറയൂ. RSS-ന്റെ ക്രിമിനലുകൾ വളരെ പ്രാദേശികമായി നടന്ന ഒന്നാണല്ലോ. നിങ്ങൾക്ക് പേരെടുത്ത് പറയാൻ കഴിയുമായിരിക്കും ആരൊക്കെയാണ് അതിന് പിന്നിലെന്ന്. അങ്ങ് ആർജവത്തോടെ പറയൂ, കേരളം കേൾക്കട്ടെ. ഇവിടെ 2015 ചെറ്റക്കണ്ടിയിൽ സ്ഫോടനം നടന്നത്. ആ സ്ഫോടനം നടക്കുന്ന സന്ദർഭത്തിൽ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള സംഘർഷങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഈ പൊയിലൂർ, സെൻട്രൽ പൊയിലൂർ എന്നൊക്കെ പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ RSS-ന് മൃഗീയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ നേരത്തെ 2008 ഡസൻ കണക്കിന് ബോംബ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നേരത്തെ ഒരു RSS-കാരൻ ഒരു കേസിൽ പ്രതിചേർക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ബോംബ് നിർമ്മാണം നടത്തിയിട്ടുണ്ട്, ബോംബ് ഇന്ന സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഈ 2015 ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നിട്ടുള്ളതുമാണ്. ഇവിടെ ഞങ്ങൾ 2024 ഈ 2015 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്മാരകം നിർമ്മിച്ച് മുന്നോട്ട് വന്നതല്ല. ആ ഘട്ടത്തിൽ തന്നെ RSS-ന്റെ ഈ പറയുന്ന പങ്കിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് വ്യക്തമാക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്മൃതി മണ്ഡപം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ വർഷവും രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തി തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതിലൊന്നും ഇവിടെ ഒരു തരത്തിലും എന്തെങ്കിലും വള്ളം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആവശ്യം അത് യാഥാർത്ഥ്യമാകാതെ പോയത്? ഇതെല്ലാം കേസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയിലുള്ള കേസാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ ചർച്ച ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ടാണോ? നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കോടതിയിലിരിക്കുന്ന കാര്യത്തിൽ പുതിയ വെളിപ്പെടുത്തൽ, പുതിയ പരാതികൾ വന്നാൽ തുടരന്വേഷണമോ ആവശ്യപ്പെടാം. ചെയ്തോ? ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വ്യക്തമാക്കിയാൽ പോലെ നിയമത്തിന് മുന്നിൽ പരാതി വേണം. അല്ലെന്നേ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തമസ്കരിച്ച നിങ്ങളുടെ രക്തസാക്ഷികളുടെ കേസ് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ അന്വേഷിക്കണ്ടേ? കോടതിയിൽ പോയിട്ടുണ്ട്, അത് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയാൽ പരാതി വേറെ കൊടുക്കണ്ടേ? സാക്ഷി വേറെ പറയണ്ടേ? തുടരന്വേഷണം ആവശ്യപ്പെടണ്ടേ? ചെയ്തോ?
മാധു, ഇത് 2022-ലോ 2023-ലോ നടന്ന സംഭവമല്ല. 2015 പറഞ്ഞു. 2015-ലാണ് ആ സംഭവം നടന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ളവർ മുഴുവൻ കേട്ട് കഴിഞ്ഞു. അഫ്സൽ, 2016 നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തോ എന്നതാണ് ചോദ്യം. സൂചിപ്പിച്ചു വെച്ചതാണ്. ആ 2016 നിങ്ങൾ അധികാരത്തിൽ വന്നല്ലോ. നിങ്ങൾ ഈ രക്തസാക്ഷിത്വത്തിന് നീതി കിട്ടാൻ എന്തു ചെയ്തു? മണ്ഡപമാണത് ശരി. നിയമപരമായ നീതി കിട്ടാൻ എന്തു ചെയ്തു? ഈ വിഷയത്തിനകത്ത് നമ്മളൊരു ഇവിടെ ഇടതുപക്ഷം നേരത്തെ സൂചിപ്പിച്ചു വെച്ചതുപോലെ ഒരു പുനരന്വേഷണം നടത്തി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ഇവിടെ നടത്തുന്ന വിലാപം? ഏതെല്ലാം വിധത്തിലുള്ള ചർച്ചകളായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത്? തന്നെ വ്യക്തമാക്കിയിട്ടുള്ള മാധ്യമങ്ങളുടെ ചർച്ചയും പ്രതിപക്ഷത്തിന്റെ വിലാപവും CPM-ന് പേടിയുണ്ടോ? ചർച്ചയുടെയോ വിലാപത്തിന്റെയോ പേടിയുടെയോ കാര്യത്തെ സംബന്ധിച്ചല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് BJP-ക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ ഇപ്പൊ നടന്ന ഒരു സംഭവമാണ്. എന്തോ ഇടതുപക്ഷത്തിനെതിരായി ഒരു തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടി നിങ്ങളുടെ രക്തസാക്ഷികളുടെ ത്യാഗനിർഭരമായ ചോരയെ കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തമസ്കരിച്ചുവെങ്കിൽ, BJP അത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ, 2016 നിങ്ങൾക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? മൂന്നാമത്തെ തവണ ഞാൻ മുഹമ്മദ് അഫ്സലിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇതിലെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിച്ചില്ല? കോടതിയെ സമീപിച്ചോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചല്ല. ആ കാലത്ത് പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആ കേസിന്റെ മറ്റു വഴികളെ സംബന്ധിച്ചല്ല. കേസിന്റെ ഏത് നിലയിലാണ് കേസുള്ളത്, നിങ്ങൾ പറയുന്നത് രക്തസാക്ഷികളാണെന്ന്. അങ്ങനെ രക്തസാക്ഷികളാണെങ്കിൽ BJP ആണ് അതിന് പിന്നിലെന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങളത് നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നേ. അല്ലാതെ ഇങ്ങോട്ട് തല്ലിയാൽ അങ്ങോട്ട് തല്ലില്ല എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രമേയം ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല സഖാവേ, അത് രാജ്യത്തെ നിയമമാണ്. RSS നടത്തിയിട്ടുള്ള ആക്രമണമുണ്ട്. ഈ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 24 രക്തസാക്ഷികളുള്ള സ്ഥലമാണ്. 21 പേരെ കൊലപ്പെടുത്തിയത് RSS ആണ്. RSS-ന് മൃഗീയ സ്വാധീനമുള്ള ഫാസിസ്റ്റ് രീതിയിൽ RSS പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ പാനൂരും ഈ പറയുന്ന സെൻട്രൽ പൊയിലൂരും പരിസര പ്രദേശങ്ങളും. അവിടെ ഈ പറയുന്ന നിങ്ങൾ എന്ത് ചെയ്തു, RSS എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. അഫ്സലിനും ഒരുമിച്ച് പ്രകാശ് ബാബുവിനോട് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. മണ്ഡപം കെട്ടുന്നു, രക്തസാക്ഷി ദിനാചരണം നടത്തുന്നു എന്നതിനപ്പുറത്ത് നിങ്ങളുടെ രക്തസാക്ഷികളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഷൈജുവിനും സുബീഷിനും അവരുടെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കേട്ടിരിക്കാം. ഷൈജുവും സഖാവ് സുബീഷും ഇവിടെ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരല്ല എന്ന നല്ല ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പരിസരവാസികൾക്ക് അവരെ സംബന്ധിച്ച് നന്നായി അറിയാം. എല്ലാ പ്രദേശങ്ങളിലും ചെറുപ്പക്കാരാണ്. ആരാണ് കൊന്നത്? ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ആരാണ്? നടത്തണം. അതിൽ ആ ഘട്ടത്തിൽ തന്നെ RSS നടത്തിയതാണ് എന്നതിനെ സംബന്ധിച്ച് സംശയം ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചതാണ്. അന്വേഷണത്തിന് നിങ്ങൾ ആവശ്യപ്പെട്ടോ എന്നാണ് ശ്രീ അഫ്സൽ ഞാൻ 4ാമത്തെ തവണ ചോദിക്കുന്നത്. ആ അന്വേഷണത്തിന് നിങ്ങൾ ആവശ്യപ്പെട്ടോ? നടത്തണമെന്ന് പറഞ്ഞതാണ്. ഇനി അന്വേഷണം നടക്കട്ടെ. ഇനിയോ? അപ്പൊ ഈ കഴിഞ്ഞ 8 വർഷം നടക്കട്ടെ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഇപ്പമല്ലേ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ അവിടെ സ്മാരക മന്ദിരം നിങ്ങളുടെ ചോരയല്ലേ, നിങ്ങളുടെ ജീവനല്ലേ, നിങ്ങളുടെ രക്തസാക്ഷികളല്ലേ, നിങ്ങൾക്ക് കൊള്ളണ്ടേ? അതേ മാധു, ഇവിടെ ഞങ്ങളുടെ ധീരരായ 2 ചെറുപ്പക്കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ആ ഘട്ടത്തിൽ തന്നെ
RSS ആണ് എന്ന സംശയം അന്ന് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരി, അഫ്സൽ, അന്ന് ശരി, പാർട്ടിയുടെ ശരി, സംസ്ഥാന ശരി. സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കോടിയേരി ഉൾപ്പെടെ ശരി, നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. നിങ്ങൾ പക്ഷേ സംശയം അങ്ങനെ തന്നെ അവിടെ വെച്ചു. ഞങ്ങളുടെ രക്തസാക്ഷികളാണെങ്കിലും ഞങ്ങളുടെ ധീരരായ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണെങ്കിലും മാധ്യമങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്തു പോയാലോ പ്രതിപക്ഷം എന്തെങ്കിലും വിലപിച്ചു പോയാലോ എന്ന് വിചാരിച്ച നിങ്ങൾ അതിന്റെ നിയമവഴിക്ക് പോയില്ല. വ്യക്തമാണ്, കൃത്യമാണ്. ശരി, ഇടവേള. ശ്രീ പ്രകാശ് ബാബു, ഇപ്പോൾ ഞാൻ നേരത്തെ ചക്രക്കലിലെ ഐസ്ക്രീം ബോംബ് സ്ഫോടനത്തെ പറ്റി പറഞ്ഞു. സാധാരണഗതിയിൽ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കുന്നത് CPM, ഐസ്ക്രീം ബോംബ് ഉണ്ടാക്കുന്നത് BJP എന്നൊരു പറച്ചിലുണ്ട് കണ്ണൂര്. അങ്ങേക്ക് ആ ഭാഗമൊക്കെ നന്നായി അറിയാവുന്നതാണല്ലോ. ചക്രക്കല്ല് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് BJPക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരോപണത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? അത് ചക്കരക്കല്ലല്ല. ഏറ്റവും ഒടുവിലായിട്ട് പൊയിലൂരിൽ നിന്ന് പടക്കം പിടിച്ചതായാലും ഇതിൻ്റെയൊക്കെ അന്വേഷണം നടന്നിട്ട് മാധു ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയിൽ കഴിഞ്ഞതിൽ നമ്മുടെ മുളിയാന്തോട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഇതേ മാധു അതിനെ BJP പ്രതിനിധിയെ കൗണ്ടർ ചെയ്യാൻ അന്ന് പറഞ്ഞു RSS പ്രവർത്തകന്റെ പ്രമോദിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു. ഇതാ എൻ്റെ കയ്യിലുള്ള FIR മാധു. ആ കേസിന്റെ FIR നിങ്ങളറിയോ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം 173/2024. എന്താണെന്ന് അതില് ചൈനീസ് പടക്കം അനധികൃതമായി ചൈനീസ് പടക്കം സൂക്ഷിച്ചതിന് 339 കിലോഗ്രാം വിഷുവിന് കൊണ്ട് ലൈസൻസ് പുതുക്കാതെ വീട്ടിൽ സൂക്ഷിച്ചതിനാ കേസ്. മാധു ഉൾപ്പെടെ കേരളത്തിലെ ചാനലുകളൊക്കെ എത്ര മുളിയാന്തോട് സ്ഫോടനക്കാലത്ത് RSSന്റെ തലയിലിട്ടു. സമാനമായിട്ട് ഇവർ പലതും പറയും. ഇതിന്റെ അടിസ്ഥാനം എന്താ മാധു? ഒന്ന് മുളയാന്തോട് സ്ഫോടന കേസ് ഇവിടെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. രണ്ടാമത് സ്ഫോടക വസ്തു പിടിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പടക്കം നിർമ്മിക്കാനുള്ള ലൈസൻസ് പുതുക്കാത്ത ലൈസൻസിന്റെ പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബോംബ് നിർമ്മിക്കാനുണ്ടാകുന്ന സ്ഫോടക വസ്തു കൊണ്ടുവരുമ്പോൾ ബോംബ് നിർമ്മിക്കാനുള്ള സ്ഫോടക വസ്തു ഉണ്ടാക്കാനുള്ള ലൈസൻസ് ആർക്കും കൊടുക്കാറില്ല. സ്ഫോടക വസ്തു കൊണ്ടുവരാനുള്ള പടക്കം നിർമ്മിക്കാനുള്ള ലൈസൻസ് ഒക്കെ ദുരുപയോഗം ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നാട്ടിൽ കൊണ്ടുവരുന്നത്. മാധു പ്ലീസ് ഒരു മിനിറ്റ്. മാധു സമയമില്ലാത്തോണ്ടോ ഞാൻ വായിച്ചു തരാം. മാധു പ്ലീസ് ഒരു മിനിറ്റ്. കാരണം ഈ മാധു BJPയുടെ പ്രതിനിധിയോട് അന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് വായിക്കാം. ഒറ്റ മിനിറ്റ് എനിക്ക് വേണ്ടു. 27/3/2024 വാദിയും പാർട്ടിയും സ്റ്റേഷൻ പരിധിയിൽ പെട്രോൾ ഡ്യൂട്ടി ചെയ്തു വരുവേ പൊയിലൂർ എന്ന സ്ഥലത്ത് പ്രമോദ് എന്ന ആളുടെ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച ചൈനീസ് പടക്കം പിടിക്കപ്പെട്ടു. ഈ ചൈനീസ് പടക്കമാണ് മാധു ഉൾപ്പെടെ അന്ന് ഈ ചാനലിൽ BJP പ്രതിനിധിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒന്ന്. രണ്ടാമത്തത് മാധു ഇവിടെ രക്തസാക്ഷി CPIMന് അനിവാര്യം. ഇന്ന് കണ്ണൂർ ജില്ലയിൽ CPIM നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ധൻരാജ് വധത്തിലെ രക്തസാക്ഷിയുടെ 42 ലക്ഷം രൂപ കാണാത്തതാണ്. ഞങ്ങളൊന്നല്ല, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPIMന്റെ നേതാവ് മധുസൂദനെതിരെ ഉന്നയിച്ചത്. അതേപോലെ തന്നെ അഭിമന്യുവിന്റെ കേസിൽ 3,10 ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ടിൽ പിരിപ്പിച്ചു. 60 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തു. ഇങ്ങനെ ഓരോ രക്തസാക്ഷിയും ഇവർക്ക് നല്ല കൊയ്ത്താണ് ഈ പാർട്ടിക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ പാർട്ടി ഗ്രാമത്തിൽ കൊളവല്ലൂരിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെക്കുമുറിയിലെ പാർട്ടി ഗ്രാമത്തിൽ എൻ്റെ അഫ്സലെ ഒരു BJPക്കാരൻ്റെ പേര് പറയാൻ വെല്ലുവിളിക്കുക ഞാൻ. ഈ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ തെക്കുമുറിയിൽ ചെറ്റക്കണ്ടിയിൽ ഒരു BJP പ്രവർത്തകന്റെ നിങ്ങളുടെ ഒരു വനിതാ പ്രതിനിധിയും ഒരു അധ്യാപകനും പ്രതിയായ കേസാ. അങ്ങനെ കള്ളക്കേസാണെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു BJP പ്രവർത്തകന്റെ പേര് പറയാൻ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ശാസ്ത്രം പോലും അറിയാതെ RSS എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? പറയട്ടെ മാധു, കുറെ അല്ലേ പറയുന്നത്, 8 കൊല്ലമല്ലോ. ഒരു BJP പ്രവർത്തകൻ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു BJP പ്രവർത്തകന്റെ പേര് പറ. ഈ പള്ളിച്ചാൽ പോട്ടെ, ഒരാളെ പേര് പറ. ഇങ്ങനെ വീടുണ്ടോ? അതിന് മറുപടി കൊയിലൂർ 4.5 കിലോമീറ്റർ. അങ്ങനെ പിണറായി വിജയനാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയത്. പിണറായി വിജയനാ ചർച്ച ചെയ്യാം. കണ്ണൂരെ കൊലപാതക നിങ്ങളുണ്ടെന്ന് താങ്കൾക്കറിയാം. താങ്കൾ അതെങ്കിലും പഠിച്ചു വാ. നിങ്ങളെ കണ്ണൂർ ജില്ലയിൽ അതുകൊണ്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ മൊത്തം എണ്ണൊന്നും വേണ്ട. നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ മൊത്തം എണ്ണൊന്നും വേണ്ട. നിങ്ങൾ ഇത് പറ. അന്ന് പാനൂരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും
ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവ വികാസം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പഴയ ബോംബ് സ്ഫോടനത്തിലെ കേസും അത് അവർ പിന്നീട് രക്തസാക്ഷികളായി പരിണമിക്കപ്പെട്ട പാർട്ടിയുടെ നിലപാടിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ. ദാ ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപം ഉയരുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ആ ചോദ്യത്തിന് പാർട്ടിയുടെ രക്തസാക്ഷികളാണ്, RSSകാർ കൊലപ്പെടുത്തിയതാണ്, ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതെങ്കിൽ അത് പാർട്ടി നിലപാട്. അതിനപ്പുറത്തുള്ള നിലപാടുകളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.